അടുത്തതായി അമ്പയറിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ലോ സ്കോറേഴ്സാണല്ലോ കളിയെല്ലാം കൊണ്ടു നടക്കുന്നത്. ആക്ച്വലി 2 സ്കോറേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം ടു റെക്കോർഡ് ഓൾ ദ റൺസ്, വിക്കറ്റ്സ്, വേറെ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ബോൾസ്, എത്ര ബോൾസ്, ഇതെല്ലാം അറിയാലോ. സ്കോർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ ആൾ വേണം, അത്രേ ഉള്ളൂ. അടുത്ത് പറഞ്ഞ സ്കോറർ ഷാൽ ഫ്രീക്വൻലി ചെക്ക് ടു എൻഷുർ ദാറ്റ് ദർ റെക്കോർഡ്സ് എഗ്രി. അവർ രണ്ടുപേരും പരസ്പരം ചെക്ക് ചെയ്ത് റെക്കോർഡ്സ് എഗ്രി ചെയ്യുന്നു എന്ന് മനസ്സിലാവും. മീൻസ് രണ്ടുപേരുടെ സെയിമായുള്ള ബോൾ പോകുന്നുണ്ട്. ദേ ഷാൽ എഗ്രി വിത്ത് ദ അമ്പയേഴ്സ് അറ്റ്ലീസ്റ്റ് അറ്റ് എവറി ഇൻ്റർവെൽ. നേരത്തെ അമ്പയറിൻ്റെ കേസ് പറഞ്ഞ പോലെ സ്കോറേഴ്സ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് സ്കോറേഴ്സ് അമ്പയറായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. അറ്റ് എവറി ഇൻ്റർവെൽസ് അതർ ആൻഡ് ഡ്രിങ് ഇൻ്റർവെൽസ് ആൻഡ് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് മാച്ചിൻ്റെ കൺക്ലൂഷൻ ടൈമിൽ റൺസ്, വിക്കറ്റ്സ്, ഫാളൻ ആൻഡ് എല്ലാം അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ഓവേഴ്സ് ബോളിലെല്ലാം ചെക്ക് ചെയ്യണം. അതായത് സ്കോറിൻ്റെ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അക്നോളജിങ് ദി സിഗ്നൽസ്, സ്കോറർ ഷാൽ accept all the instructions and signals given to them by the umpires and shall immediately acknowledge ഈ സെപ്പറേറ്റ് സിഗ്നൽ. അപ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യണം. അതായത് ഓക്കെ, നിങ്ങൾ കാണിച്ച സിഗ്നൽ നമുക്ക് മനസ്സിലായി എന്ന് അമ്പയറിന് തിരിച്ച് ഒരു അക്നോളജ്മെൻറ്റ്, അതായത് ഒരു ഓക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ലോക്കൽ മാച്ചസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൈപൊക്കി ഓക്കെ എന്ന് കാണിക്കും. ചിലപ്പോൾ നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്ത് നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വാക്കി ടോക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുവഴിയും നമുക്ക് ഈ അക്നോളജ്മെൻറ്റ്സ് പാസ് ചെയ്യാം. എന്തായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ സ്കോറിങ്ങിനൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ പലതരം ആപ്പുകളും ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യം പ്രോംപ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേരിയസ് ആപ്സ് അവൈലബിൾ ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്സാണ് ക്രിക്ക് ഹീറോസ്, അത് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ കേരളത്തിലൊക്കെയുള്ള മിക്ക ടൂർണമെൻറ്റ്സും ക്രിക്ക് ഹീറോസിൽ ചെയ്യാറുണ്ട്. മിക്ക ടൂർണമെൻറ്റ്സ് മീൻസ് ഇപ്പോൾ കോർപ്പറേറ്റ് ലീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ടെന്നീസ് ബോൾ ടൂർണമെൻ്റ് അടക്കം ടെന്നീസ് ബോൾ ടൂർണമെൻറ്റുകൾ പോലും ഇങ്ങനത്തെ ഇതിൽ ചെയ്യാറുണ്ട്. ഞാനിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ സ്കോർ ചെയ്യേണ്ട ഫെസിലിറ്റീസ് ഉണ്ട്. എന്നിട്ട് നമുക്കതിൽ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ ലൈവ് സ്ട്രീമിൽ ശരിക്കും നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിലൊക്കെ കറക്റ്റ് മറ്റേ സ്കോർസൊക്കെ കാണിച്ച് അങ്ങനെ വ്യക്തമായിട്ടൊക്കെ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു ആപ്പാണ്. നമ്മുടെ ഇപ്പോൾ KCA ഇവരൊക്കെ ഉപയോഗിക്കുന്ന ക്രിക്ക് ക്ലബ്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് ഇതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. കാരണം അതാണ് കൂടുതൽ ഒഫീഷ്യൽ ഡാറ്റ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റെംസ് എന്ന് പറഞ്ഞ് ഇതിനെപ്പോൾ ഈസി ആയിട്ടുള്ള കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ക്രിക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സ്കോറേഴ്സിന് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി. എന്നിരുന്നാലും നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ബുക്കിലും റെക്കോർഡ് ചെയ്യും, ഒരു ആപ്പിലും റെക്കോർഡ് ചെയ്യും. അങ്ങനെ ലൈവായിട്ടുള്ള ഇതിൻ്റെ ഫീഡ് പോവുകയും ചെയ്യും, പ്ലസ് അത് ബുക്കിൽ റെക്കോർഡിക്കലായിട്ട് ഡാറ്റ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യലാണ് പതിവ് ഇവിടെയൊക്കെ. അപ്പോൾ ഇതാണ് സ്റ്റെംസ് എന്ന് പറഞ്ഞ ആപ്പ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലുകളിലേക്ക് പോകുന്നില്ല. സ്റ്റെംസ് എന്ന് പറഞ്ഞ ആപ്പ് കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ കാണിച്ച ക്രിക്ക് ഹീറോസിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്ലെയേഴ്സിൻ്റെ നമ്പറൊക്കെ ആദ്യമേ ആഡ് ചെയ്ത്, അതായത് അവരുടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്ത് അതിലേക്കായി അവരുടെ പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത്. സ്റ്റെംസിൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യില്ലെങ്കിൽ വേണ്ട. നമുക്ക് ജസ്റ്റ് ഫോർ റാൻഡം കളിയിൽ പേര് നമുക്ക് അതിലിട്ട് പെട്ടെന്ന് ചെയ്തു പോവാം. സോ ഡിപ്പെൻസ്, ഓരോ ആപ്പിനും അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ സ്കോറിങ് എന്ന് പറഞ്ഞത് വേറെ പ്രൊഫഷൻ തന്നെയാണ്. സ്കോറിങ്ങിൻ്റെയൊക്കെ വേറെ ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവർ അങ്ങനെ ബാക്കി ബോഡീസൊക്കെ സ്കോറേഴ്സിന് വേണ്ടിയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യലി സ്കോറർ ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനും പറ്റും. സോ ഇങ്ങനത്തെ ആപ്പുകളിലൊക്കെ നമ്മൾ ലോക്കൽ ടൂർണമെൻറ്റ്സൊക്കെ ചെയ്ത് നമുക്കൊന്ന് തഴക്കം വരുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് വരും. അപ്പോൾ സ്കോറിംഗ് എന്ന് പറഞ്ഞൊരു എൻജോയബിൾ സാധനമാണ്. നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഗെയിം വാച്ച് ചെയ്യും, അനലൈസ് ചെയ്യും. ഓരോരുത്തരുടെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ടാകും. സോ അതൊക്കെയാണ് കാര്യം. അപ്പോൾ ലോ 3 നമ്മുടെ സ്കോറേഴ്സിനെ പറ്റി ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.